മാളു ഒന്നും കഴിക്കുന്നില്ല മഹി. നേഴ്സ് ട്രിപ്പ് ഇടാ. ഗംഗേ, നീ വേഗം അകത്തേക്ക് ചെല്ല്. ഗംഗയെ കണ്ട മാളുവിന്റെ വാശിയെല്ലാം തീരും. നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഗംഗയാ. മാളുവും എന്നെ കാണാനാ വാശി പിടിച്ചത്. ഓ, നിങ്ങളാണോ ഗംഗ? പാവം മോള് നിങ്ങളെ തന്നെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മയങ്ങിയതേ ഉള്ളൂ. കൈ അധികം അനക്കാതെ ശ്രദ്ധിച്ചോളണേ. ഗംഗ എനിക്ക് വാരി തരുമോ? അതിനെന്താ, തരാലോ. അമ്മേ, മാളുവിനെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല. മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി മാളുവിനെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കുട്ടിയാ. ഗൗരിയാണ് അവളുടെ അമ്മയെന്ന് അവൾക്കറിയാം. സ്വന്തം അമ്മയുടെ ഓർമ്മകൾ നശിപ്പിക്കാൻ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. എല്ലാവരും മാളുവിന്റെ ഇഷ്ടത്തെടുത്തപ്പോ അവൾക്കൊപ്പം ഗംഗ മാത്രമാണ് നിന്നത്. അതാ ഗംഗ പോയപ്പോ മാളുവിന് സങ്കടം താങ്ങാൻ പറ്റാതെ വന്നത്. ആ, ഗംഗ വന്നല്ലോ, ഇനിയെല്ലാം ശരിയായിക്കോളൂ. കഞ്ഞിയാ, കഴിക്കേ. ആ മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാ നമുക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും കേട്ടോ. ആ തിരിച്ചു വന്നോ? ഗംഗയെ വിളിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മഹിയേട്ട. ഗംഗ വന്നപ്പോ മാളുവിന്റെ അസുഖം മാറിയത് കണ്ടോ? ഇനി ഗംഗ എന്റെ മുറിയിൽ കിടന്നാ മതി. മാളു പറയുന്ന പോലെ കേട്ടോളൂ. ഗംഗ ഇനി മാളുവിന്റെ കൂടെ നിന്നോ. ഈ ബാഗും മാളുവിന്റെ മുറിയിൽ തന്നെ വെച്ചോ. വാ ഗംഗ, നമുക്ക് മുറിയിലേക്ക് പോവാം. മാളുവിന് കൂടെ വേണ്ടത് ആരെയാണെന്ന് മഹിയേട്ടന് ഇപ്പം മനസ്സിലായില്ലേ? ശ്രേയയല്ല, ഗംഗയായി ഇനി എന്നും മാളുവിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനം എടുക്കാൻ മഹിയേട്ടൻ ആരെ അനുവദിക്കരുത്.
ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാനിവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലൊക്കെ ഒന്ന് ഇടപെട്ടുകൂടായിരുന്നോ? ഇടപെട്ടിട്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാ? അത് ശരിയാളിയാ. ഗംഗയെ പുറത്താക്കാൻ കൂട്ടുനിന്നിരുന്നെങ്കിൽ ഇപ്പോ നമ്മൾ ശരിക്കും ചമ്മിപ്പോയേനെ. പോയതിനേക്കാൾ ഇരട്ടി സ്പീഡിലാ അവള് തിരിച്ചു വന്നത്. ഗംഗ തിരിച്ചു വരാൻ കാരണം മാളുവാ. പക്ഷെ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഗംഗ കുറച്ച് പാടുപെടും. അതെന്താ അളിയാ? ഈ വീട്ടിൽ ഇനി അവൾക്ക് ശത്രു കൈലാസത്തിൽ ദേവയാനിയാ, നമ്മുടെ അമ്മ. അമ്മയെ മറികടന്ന് അവൾക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മാളു ഗംഗയെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നാൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കാര്യമൊന്നുമില്ല. മാള് കൊച്ചല്ലേ, അവളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ മാറാൻ അധിക സമയമൊന്നും വേണ്ട. ശ്രേയയും ഹൈമവതി ആന്റിയും പഠിച്ച പണി 18 പയറ്റിയിട്ട് നടക്കാത്ത കാര്യ അവൾ ഒറ്റയ്ക്ക് ചെയ്തത്. ആ ഗംഗ ഒരു ഇത്തിൽ കണ്ണിയാ രാഹുൽ. അത്ര പെട്ടെന്നൊന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലൊന്നും കാര്യമായിട്ട് ഇടപെടാത്തത്. മഹി ആരെ കല്യാണം കഴിച്ചാലും സ്വത്തുക്കൾ നമ്മുടെ പേരിലാവണം. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രേയയും ഹൈമവതി ആന്റിയെന്നും എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. കല്യാണം കഴിയുമ്പം അവർ കാലുമാറിയ നമ്മൾ പെരുവഴിയിലാവും. ഓ, എന്നാലും മഹിയുടെ അമ്മ ചെയ്തത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോ കളിയാ. ലോകത്തെങ്ങുമില്ലാത്ത ക്ലോസ് വെച്ച് വിൽപത്രം ഉണ്ടാക്കിയിട്ടല്ലേ തട്ടിപ്പോയത്. നമ്മളെക്കാൾ കുരുട്ടുബുദ്ധി അവർക്കുണ്ടായിരുന്നതുകൊണ്ടാ അന്നേ അവരങ്ങനെ ചെയ്തു വെച്ചത്. അതുകൊണ്ടെന്താ നമ്മൾ ഇന്നും ഈ വീട്ടിൽ ആശ്രിതരായിട്ട് കഴിയേണ്ടി വരുന്നത്? ഇതിനെല്ലാം ഒരു അവസാനം ഞാൻ ഉടനെ ഉണ്ടാക്കും. എങ്ങനെ? ചില കണക്കൂട്ടലുകൾ എന്റെ മനസ്സിലുണ്ട്. സമയമാകുമ്പോ ഞാനത് പറയാം. കിട്ടുന്നതെല്ലാം നമുക്ക് പപ്പാതിയാ. അക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ അവസാനം ഒരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. ഗംഗ പോയതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഗംഗയെ തിരിച്ചു വിളിക്കാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ആരും കേട്ടില്ല. പിന്നെ ഞാൻ ഗംഗയുടെ ശ്രീ മഹേശ്വരനോട് പറഞ്ഞു ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ. ഗംഗ എനിക്ക് കാണണം, ഗംഗയോട് തിരിച്ചു വരാൻ പറ. അപ്പൊ ശ്രീ മഹേശ്വരനായിരിക്കും എനിക്ക് പനി വരുത്തിയത്. എനിക്ക് പനി വന്നതുകൊണ്ടല്ലേ ഗംഗയെ തിരിച്ചു കൊണ്ടുവന്നത്. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. മാളുവിനെ എങ്ങനെ കാണുന്നുള്ള ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ. ശ്രീ മഹേശ്വരനോട് മാളുവിനെ കാണാൻ വഴി തരണേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ശ്രീ മഹേശ്വരൻ കേട്ടിട്ടാ ഇപ്പൊ ഗംഗയ്ക്ക് വരാൻ പറ്റിയത് അല്ലേ? അതെ. താങ്ക് യു ശ്രീ മഹേശ്വരൻ.
മാളും ഗംഗയും തമ്മില് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഏതോ മുജ്ജന്മ ബന്ധം പോലൊരടുപ്പം. അവരെ അകറ്റാൻ മനസ്സുകൊണ്ടല്ലെങ്കിൽ എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. പക്ഷെ വിധി അവർക്ക് അനുകൂലമായി. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇതെല്ലാം നീ അറിയുന്നുണ്ടെങ്കിൽ ഗംഗ തിരിച്ചു വന്നത് കണ്ട് മാള് സന്തോഷിച്ചപ്പോ നീയും സന്തോഷിച്ചിട്ടുണ്ടാവും. മഹേട്ടന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്താ നമുക്കത് ഫിക്സ് ചെയ്യാം. ഞാനിത് സോർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തത് വെച്ചിട്ടുണ്ട്. ഇനി മഹേട്ടൻ നോക്ക്. ദാ ഞാൻ നോക്കിയിട്ട് പറയാം. ഗൗരി, ഞാൻ താമസിച്ചോ? ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ വന്നതാ. മഹിയേട്ടനെ വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് ഓർത്തു. അങ്ങനെ വിചാരിച്ചാ ഞാനും നേരത്തെ ഇറങ്ങിയത്. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. സ്നേഹത്തിന്റെ കാര്യത്തില് നീ എന്നും എന്നെ തോൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഉറപ്പായും ഞാൻ ഇനിയും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്റെ മനസ്സിലെ സ്നേഹം മുഴുവനും മഹിയേട്ടനുള്ളതാ. ആണോ? എന്നാ നമ്മുടെ കല്യാണത്തിനുള്ള കാർഡ് ഒരെണ്ണം സെലക്ട് ചെയ്തത്. പെട്ടെന്ന് ഇൻവിറ്റേഷൻ അടിച്ച് ഉടനെ കല്യാണം നടത്തി ഈ സുന്ദരി കുട്ടി ഞാൻ എന്റെ സ്വന്തമാക്കട്ടെ. ഞാൻ എന്നെയും മഹിയേട്ടന്റെ സ്വന്തം. ജീവനുള്ള കാലത്തോളം ഞാൻ എന്നും മഹിയേട്ടന്റെ മാത്രം സ്വന്തമായിരിക്കും. സമ്മതിച്ചു. ഇനിതാ ഇത് നോക്ക്. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മഹിയേട്ട. നമ്മൾ ഒന്നിക്കുന്ന ദിവസം എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം. ആ ദിവസം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. മനുഷ്യരും പ്രകൃതിയും നമ്മളെ അനുഗ്രഹിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി, സമ്മതിച്ചു. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിന് ഇത് പോരാ. നമ്മുടെ വിവാഹത്തിന്റെ ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാവണം. അത് നമ്മുടെ പ്രണയം പോലെ നല്ല ഭംഗിയുള്ളതായിരിക്കണം. മഹിയേട്ടൻ ഇത് പിടിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇതുപോലെ നോക്കിയേ. കൊള്ളാലോ ഇത്. ഓരോ ഇലകളും വ്യത്യസ്തമാണ്. ഓരോ പൂക്കളും വ്യത്യസ്തമാണ്. ഒന്നിന് പകരം വെക്കാൻ മറ്റൊന്നിനാവില്ല. അതുപോലെ ഒന്നിന് സമാനമായി മറ്റൊന്നുണ്ടാക്കാനും സാധിക്കില്ല. അതുപോലെയാ നമ്മുടെ പ്രണയവും.
ഈ ഇൻവിറ്റേഷൻ കാർഡിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ബന്ധുക്കളെ മാത്രം വിളിച്ച് ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് നടത്തിയാൽ പോരെ? ഇത് എൻ്റെ 2ാം വിവാഹമാണ്. അപ്പോ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നും അധികം വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മഹേട്ടാ? വിവാഹത്തെക്കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? അതെ മോനെ, എനിക്ക് ആകെ ഇവളെ ഉള്ളൂ. ഇവളുടെ കല്യാണം എന്റെ ഏറ്റവും വലിയ സ്വപ്ന. അതൊക്കെ ശരിയാ. പക്ഷേ വലിയ ആർഭാടങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കൈലാസം വീട്ടിലൊരു വിവാഹം നടക്കുമ്പോ അതിന് അതിൻ്റെതായ ഒരു പ്രൗഢി കാണിക്കണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാനും ഭൈമാവതിക്കും ശ്രേയയ്ക്കും ഒപ്പാ. അതെ മഹേട്ട, എനിക്ക് അറിവായ കാലം മുതൽ ഞാൻ ആഗ്രഹിച്ചതായി വിവാഹം. ഒരിക്കലത് നടക്കാതെ പോയി. പക്ഷെ എന്റെ മനസ്സിൽ മഹേട്ടനോടുള്ള സ്നേഹം അറിഞ്ഞിട്ടാവും ഈശ്വരന്മാര് വീണ്ടും അതിനൊരു അവസരം തന്നത്. അപ്പൊ ഞാനത് ആഘോഷിക്കണ്ടേ? സത്യം പറഞ്ഞ മഹിയേടന്റെ അഭിപ്രായം തന്നെയാണ് ശരി. അല്ലെങ്കിലും ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ലക്ഷങ്ങളും കോടികളൊക്കെ പൊളിച്ചു കളയുന്നതും മണ്ടത്തരം തന്നെയാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ മഹിയുടേത് തന്നെയായിരിക്കും അവസാന തീരുമാനം. ഇനി മുതല് നമ്മൾ ഒന്നിച്ചാ ജീവിക്കേണ്ടത്. അപ്പൊ എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മഹേട്ടന്റേത് കൂടിയാ. അതറിയാവുന്ന ആളാ മഹേട്ടൻ. അതുകൊണ്ട് തന്നെ എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും മഹേട്ടൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്താ മഹിയൊന്നും മിണ്ടാത്തത്? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. വിവാഹത്തിന്റെ ആർഭാടത്തിലല്ല കാര്യം, പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കുന്നതില്ല. ഒരുപക്ഷെ അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ പോലും ഈശ്വരന്മാർ നമ്മളെ കൈവിട്ടെന്ന് വരാം. ജീവിച്ച് കൊതി തീരുന്നതിന് മുന്നേ ഈശ്വരൻ അത് തട്ടിത്തെറിപ്പിച്ചേക്കാം. പാവം മഹേട്ടൻ. മഹേട്ടന്റെ മനസ്സിന് എപ്പോഴും ഗൗരി ചേച്ചി പോയിട്ടില്ല. അപ്പൊ പിന്നെ ആഘോഷങ്ങളൊന്നും വേണ്ടെന്നാണ് മഹേട്ടൻ പറയുന്നത്? അതല്ലേ ഗൗരി നല്ലത്? സോറി ശ്രേയ, ഞാൻ അറിയാതെ. ലളിതമായൊരു വിവാഹം പോരെ? അതല്ലേ നല്ലത്? നിന്റെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. എന്റെ പരിമിതികളോട് പൊരുത്തപ്പെടാൻ നീയും തയ്യാറാവണം.